പാലക്കാട്, മഞ്ചേശ്വരം ഈ 2 മണ്ഡലങ്ങളാണ് BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ. പിന്നെ അതുകൂടാതെ മലമ്പുഴയിലും നല്ല പെർഫോമൻസാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. പക്ഷേ പാലക്കാട് നഗരപരിധിക്ക് പുറത്ത് BJPക്ക് വലിയ സ്വാധീനമില്ല എന്നത് വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. നഗരസഭയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയാൽ അതുകൊണ്ട് മണ്ഡലം പിടിക്കാനുള്ള ഒരു സാധ്യത പൊതുവെ കുറവാണ്. പിന്നെ നല്ലൊരു സ്ഥാനാർത്ഥി, ഇപ്പോൾ ശോഭാ സുരേന്ദ്രനൊക്കെ പോലുള്ളൊരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായേക്കാം എന്നുള്ള ഒരു അനാലിസിസ് പൊതുവേ ഉണ്ട്. പിന്നെ മഞ്ചേശ്വരത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ബേസിൽ വോട്ട് ചെയ്യുന്നത് തന്നെയാണ്. കാരണം വർഷങ്ങളായിട്ട് BJP അകറ്റി നിർത്തുന്നത് ഈ ടാക്ടിക്കൽ വോട്ടിംഗ് തന്നെയാണ്. അതിപ്പം കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടന്നൊരു പരിപാടിയിൽ, ഹോർത്തൂസ് പരിപാടിയിൽ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് മുസ്ലിംസിൻ്റെ ആ ഒരു വോട്ടിംഗ് പാറ്റേൺ, കാരണം CPMലെ മുസ്ലിംസ് ആണെങ്കിൽ ഏത് പാർട്ടിയിലെ മുസ്ലിംസ് ആണെങ്കിൽ അവർ കൃത്യമായിട്ട് തന്നെ ടാക്ടിക്കലായിട്ട് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി വോട്ട് ചെയ്യും. അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് ശരിക്കും വിജയിക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു സുരേന്ദ്രൻ ഉണ്ടായിരുന്നത്. ചെറിയ വോട്ടുകളൊക്കെയാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. 10,000 12,000 വോട്ടുകളൊക്കെ അദ്ദേഹം അധികം പിടിച്ചിട്ട് പോലും വിജയിക്കാൻ സാധിച്ചില്ല. ചെറിയ ഭൂരിപക്ഷത്തിന് തോൽക്കുന്നു എന്നുള്ളൊരു സാഹചര്യം ആ ഒരു ടാക്ടിക്കൽ വോട്ടിങ്ങിനെ മറികടന്ന് BJPക്ക് വിജയിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. 48% ഹിന്ദു ജനസംഖ്യ മാത്രമുള്ള ഒരു നിയോജക മണ്ഡലമാണ് മഞ്ചേശ്വരം. അപ്പോൾ അതും ഒരു ഫാക്ടറായിട്ട് നിൽക്കും.